പ്രേതം നമ്മളെ പിടിക്കാതെ നമ്മൾ എങ്ങനെയല്ലോ അപ്പുറത്തില്ലണം. ഇതിനടിയിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പിടിച്ച് തൂങ്ങാൻ പറ്റുന്ന ആ കൊളുത്തി പിടിച്ച് തൂങ്ങാൻ നോക്കി. തൂങ്ങാം. ആ ചുമന്ന സ്വിച്ച് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ പഠിച്ച്. ഓ മറ്റേ പ്രേത നീ തുമ്പത്തോട്ടില്ലടാ, അപ്പൊ പ്രേതം വരും കൂടെ. തുമ്പത്തില്ല വന്നാ ഇത് എന്റെ കണ്ടെത്തലുകൾ. ഇനി ഇല്ലല്ല, ഞാൻ കഴിഞ്ഞ തവണ ലാസ്റ്റ് ചാടിയത് ഇവിടെ ചാടിയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു സംഭവം കണ്ട്. മൂഞ്ചി എല്ലാ സെറ്റ്. ആഹാ എടാ നീ ആ തുമ്പത്തുണ്ടാക്കടാ, അവളെ തുമ്പത്തുണ്ടാക്കണം. ആ തുമ്പത്ത് നീ പോയി അവിടെ വെച്ച് കാലൊരയ്ക്കണം നീ അവിടെ, എന്നിട്ട് തിരിച്ച് പൊങ്ങി ഇങ്ങ് വരണം. അപ്പോഴത്തേക്ക് അവൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട്, മനസ്സിലായോ? ആ അറ്റത്ത് പോയിട്ട് അവിടെ താന്ന് അവിടെ തന്നെ നിക്കും. അവിടെ എനിക്ക് മുമ്പ് എന്താ സത്യം പറയട്ടാ, ടെക്ഗെയിമറുടെ ബുദ്ധി. എടാ എനിക്ക് മുമ്പേ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാ കണ്ടോ? എടാ ഈ സത്യം വല്ല തൃക്കണ്ണും വല്ലതും ഉണ്ട് ഇത്ര വേഗം മറ്റേ ഇതൊക്കെ ആയിട്ട് വരാൻ? എടാ നമ്മുടെ എന്ത് GPS വല്ലതും വെച്ചിട്ടുണ്ടോ വെള്ളത്തിലെ? എടാ ഇത് ജലപ്രേതമായിരിക്കോടാ, ജലപ്രേതം. ജലകന്യക എന്നൊക്കെ പൊതുമഴയോ ജലകന്യക എന്ത് വിഷയ ഇത്? എനിക്ക് പാട്. എല്ലാരും സപ്പോർട്ട് ചെയ്യും. എന്താണ് നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് ടെക്ഗെയിമറിനല്ലേ? ഓ സെറ്റ്. അവൻ അവിടെ താന്ന്. ഇത്തവണ ഞാൻ എന്തായാലും രക്ഷപ്പെടാ. സത്യം പറയാൻ 10ാമത്തെ ടേക്കാണ്. ഇതൊക്കെ 10 തവണ പറഞ്ഞു. എല്ലാ 3G ആണ്. കണ്ട ഈ ഡോർ അടയുന്നുണ്ടോ? ആ ഗ്യാപ്പിൽ നമ്മൾ കേറണം. പക്ഷെ അത് ഇവിടെ ലോക്കാണ്. അതെങ്ങനെ നടക്കത്തില്ല. ബ്രഞ്ച് എടുത്തെറിയാൻ പറ്റുമോ അവിടെ? അവിടെ സ്പാനറിന്റെ ഫീസ് അടയുന്നത് തലയ്ക്കൊരു അടിക്കാൻ പറ്റും. പിന്നെ അതൊന്നും നടക്കത്തില്ല. എങ്ങനെ? ടെക്ഗെയിമറിന് ബുദ്ധിയില്ല സത്യം പറഞ്ഞാൽ. നോക്കാം. എരപ്പിച്ചോണ്ട് പോടാ, കാലം എരപ്പിച്ചോണ്ട്. അവളെ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുവരണമായിരുന്നടാ. ഇത്തവണ ഞാൻ രക്ഷപ്പെടോടാ. ബാബിലോ കുട്ടനെ ഞാൻ പുതിയൊരു ഗെയിം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാബിലോ കുട്ട ഈ കളിക്കുന്നേ കളിച്ചാട്ടോ. ലിറ്റിൽ നൈറ്റ്മെയർ കളിക്കുന്നോ? കളിക്കും. എടാ എന്ത് മിസ്സായിട്ടുണ്ടാ? ഇതിന് ഭയങ്കര സ്പീഡ്. ഇവരാണ് പഴങ്കഞ്ഞി കുടിച്ച പോലെ വരുന്നത്. എനിക്ക് ഞാനും ഉറങ്ങിയിരിക്കുക. എന്ത് ചെയ്യാന്? ആ സ്വിച്ച് ഞെക്കണല്ലേ? പിടിച്ചേനെ. ചാടി
ചാടി. നീ അവിടെ എത്തുമ്പോ എന്താടാ സ്ലോ ആവുന്നേ? എടാ പിന്നെ ഞെക്കണ്ട്. ചാടിയാടാ സന്തോഷം. രക്ഷപ്പെട്ടു. പക്ഷെ ഗേറ്റ് അടയ്ക്കാതെ ഇവിടോട്ടൊന്നും കേറണ്ടായിരുന്നല്ലേ? അങ്ങനെ കയറാൻ പറ്റും. അതിനു മുമ്പ് നമ്മളെ അത് പിടിക്കോടാ. ഭയങ്കര സ്പീഡല്ലേ അതിന്. അയ്യോ കുട്ടി നമ്മള് മറ്റേ എനിക്ക് മറ്റേ പാട്ട് പറഞ്ഞേ. ഓഹോ ഈ തൂങ്ങി കിടക്കുമ്പോ ആ ഫാബിലോക്ക് ഞാൻ പാട്ടാ. കോപ്പിറൈറ്റ് കാണിച്ചു കൊടുക്കും. നീ പാടി ഇപ്പൊ കോപ്പിറൈറ്റ് കിട്ടും. നീ പാടിയ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ലടാ. ഞാൻ പോവാ. കോപ്പിറൈറ്റിന് പകരം എന്നെ സപ്പോർട്ട് ചെയ്ത ബാക്കി കുറച്ച് ആൾക്കാരുണ്ട്. ചുമ്മാ പറഞ്ഞേട്ടോ. നീ വിഷം എടാ ഞാൻടാ അവിടെ പൂട്ടിട്ടല്ലേ. എടാ ഹലോ, ഇതാ പറഞ്ഞേ. ഇവനൊന്നും പറഞ്ഞു രണ്ടാമത്തേന് വിഷമാ ഗൈസ് എന്നുള്ള ഒരു ബോധം പോലെ ഇല്ലേ. അയ്യോ പിടിച്ച് പോയോ. ഹലോ, നമ്മളോട് പിണങ്ങി പോയിരിക്കുക. വെറും മണ്ടനാണ്, പൊട്ടനാണ്. ജയ് ഹലോ. ആ പൊങ്ങാട്ടങ്ങോട്ട് ചാടട്ടെ. എന്തുവാടാ ഇതിന് എടാ ഈ ക്നാപ്പിനെ ഞാൻ അവിടെ പൂട്ടി. നീ പറഞ്ഞ വിഷമോ ചേട്ടാ? എനിക്കറിയാം നീ ഇങ്ങനെ പറഞ്ഞാലേ നീ വരുത്തുള്ളന്ന്. ഇല്ല നീ വരുത്തില്ലല്ലോ വെറുതെ. എടാ എന്താടാ ഇങ്ങനൊക്കെ ഗെയ്സ്. ഞാൻ ഈ ടപ്പേറിയ അതെന്തുവാണ് അവിടെ അരമണിക്കൂറൊക്കെ കിടന്ന് കിടക്കുന്നവിടെ. എടാ ഞാൻ അതല്ല. എടാ അവ എന്റെ ഇത് ഞാൻ ചാടി കഴിഞ്ഞിട്ടില്ലേ. എടാ മുമ്പിലത്തെ പോലെ മറ്റേ അതിനെ അങ്ങോട്ടാക്കാൻ വല്ല വഴിയുണ്ടോ? ഇല്ലല്ലോ, വേറെ വഴിയില്ലല്ലോ. എന്താ പറ്റും? ഈ വെള്ളത്തിൽ ചാടി താഴെ അത് ഉള്ളതൊക്കെ എനിക്കൊരു ഫീല്. എടാ മര്യാദയ്ക്ക് അത് അങ്ങേ അറ്റത്തിന് ഞാൻ വിളിച്ച് ഇവിടെ നിർത്തി. അങ്ങേ അറ്റത്ത് ആരാ? എനിക്ക് അത്ര സമയം കൂടെ കിട്ടിയാലേ. ചുമ്മാ നിന്റെ ഓരോരോക്ക് കേട്ട് ഞാനുള്ള കുഴിയിലും അവിടെ ഇവിടെ എല്ലാം ചാടുക. എടാ അത് ഞെക്കിട്ടോ തുറക്കുമ്പോ അപ്പഴേ അടയ്ക്കാൻ പറ്റുമോ നോക്കിയ നീ ഒന്ന്. എടാ എനിക്ക് ഇവിടെ പറ്റൂടാ. അത് വിടുന്നില്ല ഫാമിലിയെ പിടിച്ചോണ്ട് പോവാത്. ഇത് കൊറേ നേരമായി. മടുപ്പായി തുടങ്ങി. സത്യം ഞാൻ കണ്ടു. എനിക്ക് മടുപ്പ്. ഗയ്സ് ഇവനെ നമ്മുടെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ അക്ഷയ വെണ്ടർക്ക് അക്ഷയ ഫോർ സെയിൽ. താഴെ പാബിലോടെ നമ്പർ 28384848 എന്ന നമ്പറിലേക്ക് വിളിക്കുക. വെറുതെ ഒന്നും മിണ്ടുന്നില്ല. എന്താണ് ഇങ്ങനെ നീ ചളി അടിക്കുക? നല്ല കോമഡി അല്ല പറ, എറിക്കുന്ന കോമഡി പറ. നീ വാടാ ഇത്തവണ വാടാ. ഈ തവണ ഇല്ലേ എന്നെ വെച്ച് കേറുവാ. ഓക്കെ സെറ്റല്ലേ? അത്രേ ഉള്ളു. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് കേറാൻ പറ്റുമോ? അതെന്ത് വർത്താനാടാ നീ പറഞ്ഞേ? എടാ അടയ്ക്കടാ ഒന്ന്. നടക്കത്തില്ല. അടയ്ക്കണം അല്ലേ? നിനക്ക് മണ്ടേ കേറാനുള്ള സമയം പോലും അവള് തരത്തില്ല. അവള് തരത്തില്ല എന്നാ?
അവളെ ഞാൻ ഇന്ന് കൊല്ലും. എനിക്ക് കൊല്ലാൻ പറ്റുമായിരുന്നു. അവള് കരക്കുറായിരുന്ന തലമണ്ട അടിക്കാൻ പൊട്ടിച്ചാനെ. 1 കിൻഡിൽ മുടിയായിട്ട് നടക്കും അവള്. ജലപട്ടി കോമഡി കൊള്ളാണ്. മുഞ്ചി വളിപ്പായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊച്ചു പിടിച്ചോണ്ട് വന്നിട്ടോ ഫാമിലോട്ടായി. കൊച്ചു കടിക്കുക. ഞാനെങ്ങാണോ ആയിരുന്നു ഞാൻ തിരിച്ചു കടിക്കാം. ഇത് ഗെയിമായി പോയി. ശരിക്കായിരുന്നു ഞാൻ ഒരു കടി വെച്ച് കൊടുത്തേ. കളച്ചിലെടുക്കാൻ വന്നാലേ കേട്ടോ. ഇതെന്താണ് നീ ആ സൈഡിലോട്ട് പോവാൻ പറ്റിയ വല്ല വഴിയുണ്ടോ നോക്കി. സൈഡിലോട്ട് എങ്ങോട്ട് പോവാൻ പറ്റിയ വഴി? നീ കുറച്ച് അങ്ങോട്ട് വന്ന് നീ ഒന്നുകൂടെ നോക്കണ്ടായിരിക്കാം. അതാ കണ്ടോ അത്ര സ്പീഡിൽ അടയപ്പെടാ ഈ പണ്ട. എടാ നീ പറ എന്താ നീ ചെയ്യേണ്ടി പറ. നീ അല്ലേ പറഞ്ഞ നീ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന്. ഒരു ഹെൽപ്പിന് നിന്നെ കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്താ ചെയ്യേണ്ടിയെന്ന് പറ. ഹലോ പോയോ? ഹലോ പോയോ? എടാ നീ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. നീ അപ്പുറത്തെ സൈഡിൽ പോ. തിരിച്ചു ഇപ്പൊ അവൾ ഈ മൂലയ്ക്ക് വന്നേ പോണ്ട്. നീ ആ സൈഡിൽ പോ. ചാട് ചാട് ചാടിക്കഴിഞ്ഞ ഉറപ്പാ. ഇല്ല ഞാൻ പറയുന്ന അവളവിടെ ഇല്ല. നീ തുറന്നപ്പോ അവൾ അവിടെ ഉണ്ട്. നിന്നെ താഴെ ഉണ്ടായി. തിരിച്ചുണ്ടായിരുന്നടാ. നീ പറ. പക്ഷെ അത്ര വലിയ ടാസ്ക് വേണ്ടായിരുന്നു. പിന്നെ എടാ ഉദ്ദേശം ഇത് വേണ്ടായിരുന്നെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇവർ ഇത്ര ഹാർഡ് ആക്കണ്ടായിരുന്നെന്നാ ഉദ്ദേശം. മനസ്സിലായോ? ഞാൻ പിടിച്ചത് ഓർത്തയാ. ആഹാ എടാ ഇത് കണ്ടോ എനിക്ക് കിട്ടത്തില്ല. ഞാൻ എങ്ങനെ നീ എങ്ങനെയാന്ന് പറ. എനിക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. എല്ലാ ഗെയിമേഴ്സും ഞാനും കണ്ടത് എങ്ങനെയാ കളിക്കുന്നത്. ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നു കാണിച്ചത്. ഇത് ഇങ്ങനെ കളിക്കും. അങ്ങനെ അപ്പുറത്തോട്ട് എത്താൻ പറ്റുമോ? അവര് കാണിക്കുന്ന അങ്ങനെ. നീന്തി എടാ ആകെ അത്ര സ്പീഡേ ഉള്ളൂ. അതിൽ കൂടുതൽ സ്പീഡില്ല. ചേട്ടാ അത് ഇതാക്കാതെ ചെല്ലുവാണെങ്കിൽ പറ്റത്തില്ല. ഉണ്ടോ എടാ മൊത്തം തുറന്നിട്ട് നീ ഒരു സംഭവം ചെയ്യാൻ ബട്ടൺ ഞെക്കിട്ട് തിരിച്ച് മണ്ടേ കയറിപ്പോ. ബട്ടൺ ഞെക്കിട്ട് നമുക്ക് തിരിച്ചു സത്യം പറയാലോ. നമുക്ക് തിരിച്ചു കയറിപ്പോ. ഓക്കെ നല്ല തിരിച്ചു കയറിപ്പോള്ള സമയം അവള് തരണേ നീ പ്രാർത്ഥിച്ചോ.
ഇല്ല എടാ ഞാൻ എടാ പറ്റിയാടാ അത് കുറച്ച് സെക്കൻഡ്സ് അവിടെ പോസ്റ്റ് ആയിരുന്നു അതാ അതിന്റെ എടാ സെറ്റ്. ഇനി ഞാൻ ഉറപ്പായിട്ടും ഐഡിയ ഇടില്ലല്ലേ? ഐഡിയ ഐഡിയ ഞാനല്ലേ അയക്കൂ. അയക്കൂ സമ്മതിച്ചു. ഒന്നുകൂടെ ഒറ്റ തവണ കൂടെ എടാ ഇനി ഒന്നിപ്പഴച്ച മൂന്നിപ്പഴച്ച മൂഞ്ചി എന്നാ മൂന്നിപ്പഴച്ച സത്യമാണാ? അയ്യോ മൂന്നിപ്പഴച്ച മൂഞ്ചി എന്നാ. എത്ര തവണ പീഡിയെടുത്ത് അത് തുറന്നു കിടക്കുമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് ചാടിയതാ. അതിന്റെ കാര്യം വിട്ടുപോയി. അയ്യോ എടാ പക്ഷെ ഐഡിയ ഉള്ളൂല്ലേ? എടാ ഇനി ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ. ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ. ഇനി ഇവിടെ വന്നിട്ട് മുമ്പത്തെ പ്രേതത്തിനെ ഇവിടെ കൊണ്ടുവരണം. മനസ്സിലായോ? എന്ത് ചെയ്യടാ അത് കണ്ടോ? അവിടെ വന്ന് ഇനി നമ്മള് ഇത് ഞാനാ പറഞ്ഞേ അല്ലേ? ചത്തടാ അവിടെ. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ. ഐഡിയ സെറ്റ് അല്ലേ? ഐഡിയ സെറ്റാ പക്ഷെ ഭാഗ്യമില്ല. പക്ഷെ ഡെവലപ്പർ പോലും ഇത്ര വലിയ ഹാക്കൊന്നും കണ്ടാണൂല അല്ലേ? ഡെവലപ്പർ പോലും ഇങ്ങനെ ചിന്തിച്ചാണൂല ഗെയിമില്. അതൊക്കെ പിടിച്ചടാ. അയ്യോ ഞാൻ ഇവിടെ വിഷമിക്കുന്നടാ. നോക്കാം എന്താ നോക്കാം. രക്ഷപ്പെട്ടു. അയ്യോ നെഞ്ചന്റെ. എടാ അവിടെ വന്നോടാ ഷട്ടെ താഴെ വന്നോടാ. പണിവാളി. ഇവരെ കൊണ്ട് വയ്യ. അടാ ഇത് ഞാൻ സെറ്റാ. എത്രാമത്തെയാ? വലിയ പറഞ്ഞ കറക്റ്റ് ഊതിപ്പഴിച്ച കറക്റ്റാ അത്. വിഷയമാണ്. ഞാൻ ഉള്ള കാര്യം വിഷയമാണ്. നീ മറ്റേ ആക്രമണം നിനക്ക് മറ്റേ പ്രേതം വരുന്നതിന് മുമ്പൊക്കെ നീ കരുതി ചാടും. അതാണ് നിന്റെ കുഴപ്പം. കണ്ടാ ഇത് സെറ്റായില്ലേ? ഇത് സെറ്റാ. പഴങ്കഞ്ഞി കുടിച്ച ഓടുന്ന പോലെ ഓടുന്നേ. ഇവന്റെ ഈ വയ്യാലി ആദ്യം മാറ്റുവാണ് സെറ്റായി. എടാ മറ്റേ ലിറ്റിൽ നൈറ്റ് വെയറിൽ കൊണ്ടുവരാ മറ്റേ അത് പഴങ്കഞ്ഞി കുടിച്ചില്ലല്ലോ അവള് ഓടുന്നത്. എങ്ങനെ ആ കോട്ടിന്റെ വെയിറ്റ് പറയാൻ അവള് താങ്ങത്തില്ല സത്യം പറഞ്ഞ. അവിടെ ഇതാ പ്രശ്നം. അതിനിടയ്ക്ക് ഞാന് പക്ഷെ യൂട്യൂബേഴ്സ് ഒക്കെ ഞാനെന്ന് കണ്ട വാൽപ്പുറം എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരനും സത്യത്തിൽ ഇങ്ങനല്ലേ ചെയ്തത്. മറ്റേ നീ ഡബിൾ ടാപ്പ് ചെയ്തിട്ടാ പോയത്. മറ്റേ ഈ ഞെക്കി ഓൺ ആക്കിട്ടോ. അവരൊക്കെ പ്രോ, നമ്മളൊക്കെ ഇവിടെ കിടക്കുന്നു. അത് കുറച്ച് മിസ്സായിട്ടോ എനിക്ക് ഫീൽ ആയടാ. കാലിൽ പോലും എത്താൻ പറ്റിയില്ല. എന്ത് കാവ്യവറ്റാടെ കാലിൽ പോലും പിടിക്കാൻ പറ്റാത്തന്ന് യക്ഷി അവിടെ നിന്ന് കരയുന്നു. ഡിപ്രഷൻ ആയിരുന്നു. അവരൊക്കെ സ്കില്ല് ഞാൻ ബുദ്ധി ഉപയോഗിച്ചാണ്ടാ ആ പ്രേതത്തിന്. ബുദ്ധി ആരാ പറഞ്ഞു തന്നേ? എടാ അതെന്താണ്?
സ്പീഡിൽ പോണം, കുറച്ചുകൂടെ എടാ സ്പീഡിൽ ഇതില് പോണം. സ്പീഡ് എങ്ങനെ പോവാന്ന് നീ പറയുന്നത്? അറിയില്ല. ഇവൻ രാവിലെ പഴകഞ്ഞിയോ പഴം എങ്ങാണ്ട് കുടിച്ചേച്ചു വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കാലം കാത്തു വെച്ച രക്ഷകനെ സംസാരിക്കും. എടാ ഇത്തവണ ഞാൻ കേറടാ. ഇൻസ്റ്റഡിലുള്ളവനായി വന്നു ഭയമേ മാറിപ്പോ നീ ഞാൻ വന്നാൽ സിറ്റി എടാ ഇത്തവണ ഞാൻ പാടുണ്ടാകും. ആക്റ്റീവ് ആടാ. ഇത്തവണ വിഷയമായിരിക്കും ഞാൻ. ഉറപ്പാണോ? ഉറപ്പ് ഉറപ്പ്. ഉറപ്പാണോ? ഇത്തവണ ഞാൻ കേറും. വാടാ 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 വാടി വാടി എൻ്റെ അടുത്ത് വാടി. ആഹാ അത്രേ ഉള്ളൂ. വാ നീ 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 പേടിക്കുമ്പോ രാജു ഓട് 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 പാബ്ലോ ഓട് ഓട് പാബ്ലോ. ഓ ഓട് അവന്റെ ആവേശം കണ്ടപ്പോഴേ എനിക്കറിയാം ഞാൻ ചത്തുപോകും. അവന്റെ ആവേശം പാബ്ലോ 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 പാബ്ലോ. പ്രോത്സാഹിപ്പിച്ചാണോ? പ്രോത്സാഹനം അവന്റെ ഒടുക്കത്തെ പ്രോത്സാഹനം. 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ്. പ്രോത്സാഹനം ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതറിയോ? ആഹാ അത്രക്കായി. ഞാൻ പോയി. എടാ അമ്മമാര് ഡബിൾ ടാപ്പ് ചെയ്ത് വരെ അതിനകത്തൂടെ കയറിപ്പോയി. ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യാതെ ഭയങ്കരമാണ്. ഇതോ അവസ്ഥയാ. വാ 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 വാ. ആ അത്രേ ഉള്ളൂ. അയ്യോ എടാ സത്യം പറയാനല്ലോ, 8 ജയിച്ച പോലും എനിക്ക് ഇത്ര സന്തോഷില്ല. അയ്യോ ആ സെറ്റ് 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 സെറ്റ്. എടാ ഇത് ഞാൻ ഇപ്പൊ അന്വേഷിച്ചപ്പോ ഇല്ലേ, എടാ എന്താടാ അവസ്ഥയാടാ ഇത്. പിന്നെ അവിടെ പൂട്ടിയിട്ട സാധനം എങ്ങനെ ഇവിടെ വന്ന്? എടാ ഇത് കൊല്ലുന്നല്ല, അവള് നിന്നെ കൊണ്ടുപോകുന്നേ. ആ മറ്റേ ലൈറ്റ് നിയന്ത്രിച്ച്, മനസ്സിലായോ? ലൈറ്റ് നിയന്ത്രിച്ച ഇപ്പൊ എന്നെ കൊല്ലത്തില്ല ആ അപ്പൊ? അല്ല മറ്റേ നിന്റെ തന്നെ ലൈറ്റ് കുടുങ്ങി. ഇവള് സോംബിയാണ്, പക്ഷെ വെള്ളം ഇഷ്ടമുള്ള സോംബി. മത്സ്യകന്യക സോംബി നേടിയിട്ടുണ്ടോ? മത്സ്യകന്യക സോംബി? അതെന്താ സോംബിയാ? മത്സ്യകന്യക സോംബി അതന്നെ. അതൊക്കെ ഇന്റർകണക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ടെക്നോളജി ആണ്. ആ അതെ അതെ. വെട്ടം 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 വെട്ടം. എന്താ അതെന്തുവാടാ? ഇതെന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ കണ്ടത്. നിന്നെ രക്ഷിക്കുമോ? എന്നെ രക്ഷിക്കുവാണോ? അപ്പൊ എന്നോടുള്ള ഇതെല്ലാം തീർന്നാ? കാരണം ഞാൻ ഇവിടം വരെ കണ്ടോളൂ. നിന്നെ കൊണ്ട് എന്തേലും ഒരു ഉപകാരം ഉണ്ടോ എനിക്ക്? ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ആ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മീൻ കൊത്തുന്നു എന്നെ വന്ന്. കൊത്തുന്നില്ലേ? മീൻ പോലും എന്നെ വേണ്ടേ? വേണ്ടാത്ത സ്ഥലത്ത് കാണാൻ വന്ന് കടിച്ചാല. എടാ ഞാൻ ഇതെങ്ങോട്ടേ പോന്നേ? മീൻ 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 മീൻ. ഹലോ ഹലോ പോയോ ഇവൻ? എടാ ജീവൻ വെച്ച് ജീവൻ വെച്ച് ജീവൻ വെച്ച്. എടാ ഹലോ. എന്തുവാ നീ എന്താ പറഞ്ഞ? എന്റെ കുട്ടുപകാരില്ല. എടാ അങ്ങനെ. എടാ ഇതിനി എന്ത് ചെയ്യണ്ടേ? വെള്ളത്തിൽ എനിക്ക് ഇനി ജീവിക്കാവോ? ഞാനിപ്പോ എന്നെ എങ്ങോട്ടാ പോണ്ടേ? എടാ നീ പറയടാ, ഇത് എങ്ങനെ സംഭവം?
അറിഞ്ഞോളാം. ഏ അറിഞ്ഞോളാം. എനിക്ക് വെള്ളത്തിൽ നീന്താനുള്ള പവർ നീ കിട്ടിയ. നീയല്ലേ പറഞ്ഞ നീയല്ലേ പറഞ്ഞ എന്നെ കൊണ്ട്. എടാ എന്താടാ ഇങ്ങനെ പിണങ്ങാടാ. എടാ എടാ പിണങ്ങിയോടാ നീ. ഇല്ലടാ ഹലോ ഇല്ലടാ. നീ പറ സംസാരിക്ക്. എന്റെ ഉന്മേഷം ഞാൻ വരട്ടെ. പറയുന്നുണ്ട്. ഏ പോണോടാ, നേരെ പോണം. ഇങ്ങനല്ല, നീ ചിരിച്ചോണ്ടൊക്കെ സംസാരിക്ക്. വിഷമിച്ച് എന്ത് സംസാരിക്കുന്ന എന്തോ വിഷമമുള്ള പോലെ, ഉള്ളില് വിഷമം. താഴോട്ട് പോടാ, താഴോട്ടാ താഴോട്ടാ താഴോട്ടാ. താഴോട്ട്. ആ പറഞ്ഞതാ. അവർ പറട്ടെ. അപ്പൊ താഴോട്ടിന് എനിക്ക് ഓട്ടാണ്. എനിക്ക് എനിക്ക് പവർ കിട്ടിയല്ലേ വെള്ളത്തിൽ കൂടെ നീന്താനുള്ള. മത്സ്യമേ നിന്റെ ഉമ്മ വെച്ച്. തോന്നിവാസം അല്ലടാ അത്. എന്റെ അനുവാദം ഇല്ലാതൊന്ന്. അയ്യോ എടാ അങ്ങനെയല്ല. അയ്യോ അങ്ങനല്ല, കേറി കഴിഞ്ഞാടാ നീ പറയണ്ടേ അങ്ങനല്ലതല്ലേ. നീ പിന്നെ എങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞേ. ഒരാളാ. എടാ ഇതിനകത്ത് കേറി കഴിഞ്ഞ ശരിയാകത്തില്ലടാ. അങ്ങനല്ലടാ ഇതുവഴി അല്ല പോണ്ടിയേ. ഇതുവഴി തന്നെ പോണ്ടിയേ.